നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഒക്ടോബർ മാസം 28 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇന്നും വരും ദിവസങ്ങളിലും മഴ കനക്കും. 5 ദിവസം മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നലെ യെല്ലോ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചത്. ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് കടുപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ. UDF സംസ്ഥാനത്ത് ബുധനാഴ്ച സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. CPIയും വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചകൾക്ക് ശേഷവും അനുനയം ആയിട്ടില്ല. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും അനുനയം തള്ളിക്കൊണ്ടാണ് CPI കടുത്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആലപ്പുഴയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വം CPI മന്ത്രിമാരും സംസ്ഥാന നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനം CPI സംസ്ഥാന നേതൃത്വം എടുത്തത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI അടുത്ത 5 മാസത്തിനുള്ളിൽ ഏകദേശം 3500 ഓഫീസർമാരെ നിയമിക്കാൻ പോവുകയാണ്. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും രാജ്യവ്യാപകമായിട്ട് സേവന ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 18,000 ജീവനക്കാരെ മൊത്തം നിയമിക്കാനാണ് SBIയുടെ പദ്ധതി. അതിൽ 13,500 മുതൽ 14,000 ക്ലറിക്കൽ സ്റ്റാഫ്, 3,000 പ്രൊബേഷണറി ഓഫീസർമാർ, അതോടൊപ്പം തന്നെ ലോക്കൽ ബാങ്ക് ഓഫീസർമാർ, 1,600 സിസ്റ്റം ഓഫീസർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഏകദേശം 3,500 ഓഫീസർമാരെ നിയമിക്കാനാണ് SBI പുതുതായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നത്. ജൂണിൽ 505 പ്രൊബേഷണറി ഓഫീസർമാരെ നിയമിച്ചതിന് പിന്നാലെ സമാനമായിട്ടുള്ള എണ്ണം കൂടി നികത്താനുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. 541 PO വേക്കൻസികൾക്കുള്ള വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞു. സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ സംബന്ധിച്ച് 1,300-ലധികം പേരെ IT, സൈബർ സെക്യൂരിറ്റി മേഖലകൾ ഇപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞുവെന്നും SBI ഡെപ്യൂട്ടി മാനേജർ, ഡയറക്ടർ ആൻഡ് HR ചീഫ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കിഷോർ കുമാർ പോലിദാസു വ്യക്തമാക്കി. പ്രിലിമിനറി, അതോടൊപ്പം തന്നെ മെയിൻസ്, സൈക്കോമെട്രിക് ടെസ്റ്റ്, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ എന്നീ 3 ഘട്ടങ്ങളിലൂടെയാണ് പ്രൊബേഷണറി ഓഫീസർമാരുടെ നിയമനം നടത്തുന്നത്. ഏതെങ്കിലും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രായം 21 മുതൽ 30 വയസ്സ് വരെ. അപേക്ഷകൾ sbi.co.in വഴിയാണ് സമർപ്പിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഉയരം നോക്കാതെ തന്നെ ഇരുനില വീടുകൾക്ക് ഇനി ഉടൻ കെട്ടിട പെർമിറ്റ് നൽകാനുള്ള നീക്കവുമായിട്ട് സംസ്ഥാന സർക്കാർ. 300 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ അനുമതി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വിപുലമായിട്ടുള്ള ഭേദഗതികൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നിയമവകുപ്പിൻ്റെ പരിശോധന കൂടി കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 7 മീറ്റർ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നത്. പുതിയ ഭേദഗതിയോടെ ഉയരം സംബന്ധിച്ച നിയന്ത്രണം നീങ്ങിയിരിക്കുകയാണ്. വിസ്തീർണമാണ് നിർണായക ഘടകം. ഇതോടെ കൂടുതൽ വീടുടമകൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കുന്നതായിരിക്കും. വാണിജ്യ കെട്ടിടങ്ങൾക്കും വലിയ ഇളവ് വരുത്താൻ തീരുമാനമുണ്ട്. നിലവിൽ 100 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്കാണ് ഉടൻ പെർമിറ്റ് ലഭിക്കുന്നത്. പുതിയ ചട്ടപ്രകാരം ഇത് 250 ചതുരശ്ര മീറ്റർ വരെ ഉയർത്തും. ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും സംരംഭകർക്കും ഇതിലൂടെ വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും മാറ്റങ്ങൾ വരികയാണ്. G1 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള 200 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയുള്ള വ്യവസായ കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ഒക്ടോബർ 27 ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ ആകട്ടെ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം ഇപ്പോൾ ലഭ്യമായിട്ടുമുണ്ട്. പക്ഷേ ഇത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തുക ബാങ്കിന് കൈമാറിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല.
അതായത് എല്ലാവർക്കും തന്നെ വിതരണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ തന്നെ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ തുകയുടെ വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ്, വീണ്ടും പുനരാരംഭിക്കുന്നതുമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു, 27 എന്ന് പറയുന്ന ആ ഒരു തീയതി സർക്കാർ പറഞ്ഞുവെങ്കിൽ പോലും ഇത് പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങുന്ന തീയതി മാത്രമാണ്. അതിനുശേഷം വരുന്ന ദിവസങ്ങളുടെ തന്നെയൊക്കെ ആയിരിക്കും നമുക്ക് പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സജീവമാവുക. അതോടൊപ്പം തന്നെ കൈകളിലേക്കും നിരവധി വ്യക്തികൾക്ക് ഈ തുക ഇനി കൈമാറേണ്ട സാഹചര്യമാണ്. പ്രധാനമായിട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ 2 ആഴ്ചയോളം സാവകാശം ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഈ പെൻഷൻ നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാത്തവർക്കെല്ലാം തന്നെ എത്തിച്ചേരുന്നതാണ് എന്നൊരു കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക അനുവദിച്ച് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇനി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിതരണ അറിയിപ്പുകൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങളുണ്ട്, റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങളുണ്ട്. സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകൾ വഴി ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളുമൊക്കെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ഈ മാസം 31 മുൻപ് തന്നെ കാർഡ് ഉടമകൾ എല്ലാവരും ഇവയെല്ലാം നിർബന്ധമായിട്ട് കൈപ്പറ്റേണ്ടതാണ്. ഈ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച ഒക്ടോബർ 27-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 105 രൂപ കുറഞ്ഞ് 11,410 രൂപയും പവന് 840 രൂപ കുറഞ്ഞ് 91,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.